ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് റൂൾസ് റിഗാർഡിങ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആണ്. അപ്പോൾ അതിലെ ഗുഡ്സ് ഡെലിവറി ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ റൂൾസാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് ജനറൽ റൂൾസാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊരു 4-5ഓളം പോയിൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ്സ് ആർ കൺകറൻറ്റ് കണ്ടീഷൻസ്, അല്ലേ? ഡെലിവറിയും പേയ്മെൻറ്റ്സും ഒരേ സമയം ഒരുമിച്ച് നടക്കുന്ന കാര്യമാണെന്ന് നമ്മൾ പറഞ്ഞു. ദെൻ എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി നമ്മൾ പറഞ്ഞതാണ്. നമ്മൾ പാർട്ട് ഡെലിവറി ചെയ്യുന്നത് ഹോൾ ഗുഡ്സും ഡെലിവറി ചെയ്യുന്നതിൻ്റെ ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. എങ്ങനെയാണെങ്കിൽ പാർട്ട് ഡെലിവറി ഈസ് മെയ്ഡ് ഇൻ പ്രോഗ്രസ് ഓഫ് ദ ഡെലിവറി ഓഫ് ദ ഹോൾ, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ബയർ ടു അപ്ലൈ ഫോർ ഡെലിവറി, അല്ലേ? ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിനെ ബയർ സെല്ലറുടെ അടുത്ത് അപ്ലൈ ചെയ്യണം. ദെൻ ടൈം ഓഫ് ഡെലിവറി നമ്മൾ പറഞ്ഞു. ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിന് കോൺട്രാക്റ്റ് ഓഫ് സെയിലിൽ പ്രത്യേകിച്ച് സമയം നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ നമ്മൾ ഡെലിവറി ചെയ്തിരിക്കണം സെല്ലർ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ പ്ലേസ് ഓഫ് ഡെലിവറി പറഞ്ഞതാണ്. എഗ്രിമെൻറ്റിൽ പ്ലേസ് ഓഫ് ഡെലിവറി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ സ്ഥലത്ത് വെച്ച് തന്നെ ഡെലിവറി നൽകേണ്ടതാണ്. നമ്മൾ പറഞ്ഞു അതും എങ്ങനെയായിരിക്കണം, വർക്കിംഗ് ഡേയിലെ ബിസിനസ് അവേഴ്സിൽ വേണം ഡെലിവറി നടത്താനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൂൾസ് റിഗാർഡിങ് ഡെലിവറി ഓഫ് ഗുഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി നമുക്ക് ബാക്കി എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ റൂൾസ് റിഗാർഡിങ് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പം നമുക്കിനി ബാക്കി എന്തൊക്കെ റൂൾസാണ് വരുന്നത് എന്ന് നോക്കാം. ദെൻ നെക്സ്റ്റ് റൂള് നമുക്ക് 6th 1 പറയുന്നത് ഡെലിവറി ഓഫ് ഗുഡ്സ് ഇൻ ദ പൊസഷൻ ഓഫ് എ തേർഡ് പാർട്ടി. അപ്പോൾ ഗുഡ്സ് ഇൻ എ പൊസഷൻ ഓഫ് എ തേർഡ് പാർട്ടി. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത് അതാണ്. അതായത് നമ്മളിപ്പോൾ സെയിൽസ് നടത്തുന്ന സമയത്ത് ഗുഡ്സ് തേർഡ് പാർട്ടിയുടെ കസ്റ്റഡിയിലാണെങ്കിൽ, ഇപ്പോൾ മൂന്നാമതൊരു വ്യക്തിയുടെ കസ്റ്റഡിയിലാണ് ഗുഡ്സ്, സെല്ലറുടെ കയ്യിലല്ലാതെ മൂന്നാമതൊരു വ്യക്തിയുടെ കസ്റ്റഡിയിലാണ് ഗുഡ്സ് എങ്കിൽ ദ ഡെലിവറി ടേക്ക് പ്ലേസ് ഓൺലി ഇഫ് സച്ച് തേർഡ് പേഴ്സൺ എക്നോളജസ് ടു ദ ബയർ ദാറ്റ് ഹി ഹോൾഡ് ദ ഗുഡ്സ് ഓൺ ദ ബിഹാഫ് ഓഫ് ദ ബയർ. അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പം ഇങ്ങനെ മൂന്നാമതൊരു വ്യക്തിയുടെ കൈവശമാണ് ഗുഡ്സ് എങ്കിൽ ആ തേർഡ് പേഴ്സൺ ബയറുടെ അടുത്ത് എക്നോളജ് ചെയ്യണം. എന്ത് എക്നോളജ് ചെയ്യണം? ഹി ഹോൾഡ് ദ ഗുഡ്സ്, അതായത് ദ തേർഡ് പേഴ്സൺ ഹോൾഡ് ദ ഗുഡ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ബയർ. അപ്പോൾ ബയർക്ക് വേണ്ടി തേർഡ് പേഴ്സൺ ആ ഗുഡ്സ് കൈവശം വെച്ചു കൊള്ളാം എന്ന് ബയറുടെ അടുത്ത് സമ്മതിച്ചു കഴിഞ്ഞാൽ, ബയറുടെ കൈവശം വെച്ചോളാം എന്ന് ബയറുടെ അടുത്ത് അക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഗുഡ്സിൻ്റെ ഡെലിവറി നടന്നതായിട്ട് കണക്കാക്കുന്നതാണ്. അപ്പോൾ ഒരു റൂൾ അതാണ്, തേർഡ് പാർട്ടിയുടെ പൊസഷനിലാണ് ഡെലിവറി ചെയ്യേണ്ട ഗുഡ്സ് എങ്കിൽ ആ തേർഡ് പേഴ്സൺ എക്നോളജ് ചെയ്യണം. ബയർക്ക് വേണ്ടി ആ ഗുഡ്സ് തേർഡ് പാർട്ടി ഹോൾഡ് ചെയ്തോളാമെന്ന് അദ്ദേഹം എക്നോളജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് നമ്മൾ ഡെലിവറി ചെയ്തതായിട്ട് കണക്കാക്കും. അപ്പോൾ ഒരു റൂൾ അതാണ്, ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പാർട്ടി. അപ്പോൾ ഗുഡ്സ് ഇൻ പൊസഷൻ ഓഫ് തേർഡ് പാർട്ടി. ഇപ്പോൾ ഇതൊരു റൂളാണ്, പൊസഷൻ ഓഫ് തേർഡ് പാർട്ടി. ഇപ്പോൾ തേർഡ് പേഴ്സൻ്റെ കയ്യിലാണെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് റൂള് വരുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് കോസ്റ്റ് ഓഫ് ഡെലിവറി ഓർ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി ആണ്. കോസ്റ്റ് ഓഫ് ഡെലിവറി ഓർ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി. കോസ്റ്റ് ഓഫ് ഡെലിവറി ഓർ എക്സ്പെൻസസ് ഓഫ് ഡെലിവറി. ഇപ്പോൾ നോർമൽ കേസിൽ ദ സെല്ലർ ഷുഡ് ബെയർ ഓൾ എക്സ്പെൻസസ് ഓഫ് മേക്കിംഗ് ഡെലിവറി. അപ്പോൾ ഡെലിവറി നടത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കുന്നതിന് വേണ്ട
എല്ലാ ചെലവുകളും മീറ്റ് ചെയ്യേണ്ടത് സെല്ലറാണ്. അപ്പോൾ സെല്ലർ ഷുഡ് ബെയർ ഓൾ എക്സ്പെൻസസ് ഓഫ് മേക്കിംഗ് ഡെലിവറി, ദാറ്റ് ഈസ് പുട്ടിംഗ് ദ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റ്. അപ്പോൾ ആ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെലിവറി നടത്തുന്നത് വരെയുള്ള എല്ലാ ചെലവുകളും ആരെടുക്കണം? സെല്ലർ എടുക്കണം. അതുപോലെ തന്നെ ഓൾസോ ദ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് അൺലെസ് അതർവൈസ് എഗ്രീഡ്. അപ്പോൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് കയറ്റിറക്കൊക്കെ വരുന്ന കമ്മീഷൻ, പിന്നെ പാക്കേജിങ്ങിന് വരുന്നത്, അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ മെയിലിംഗ് ഒക്കെ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിന് വരുന്ന ചാർജസ്, അങ്ങനെയൊക്കെയുള്ള ചില എക്സ്പെൻസസുകളെ നമ്മൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് കരാറിലൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അൺലെസ് അതർവൈസ് എഗ്രീഡ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവരെ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതും ആര് തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്? സെല്ലർ തന്നെയാണ് മീറ്റ് ചെയ്യേണ്ടത്. ദെൻ എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ടേക്കിംഗ് ഓർ റിസീവിങ് ഡെലിവറി. അപ്പോൾ ഡെലിവറി റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട, ഡെലിവറി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും ആരാണ് വഹിക്കേണ്ടത്? ബയറാണ് വഹിക്കേണ്ടത്. അപ്പോൾ എക്സ്പെൻസസ് ഓർ കോസ്റ്റ് ഓഫ് ഡെലിവറി അതാണ്. അപ്പോൾ ഗുഡ്സ് ഡെലിവറബിൾ സ്റ്റേറ്റിലാക്കുന്നത് വരെയുള്ള ചെലവുകൾ ആര് ചെയ്യണം? അപ്പോൾ മേക്കിംഗ് ഡെലിവറി ആരുടെ ഡ്യൂട്ടിയാണ്? സെല്ലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ ടേക്കിംഗ് or receiving delivery, the expenses in connection with the taking or receiving delivery are to be met by the buyer. അത് മീറ്റ് ചെയ്യേണ്ടത്, അത് വഹിക്കേണ്ട ചുമതല ബയർക്കാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറിയാണ് അല്ലേ. ചില സമയങ്ങളിൽ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ നമ്മൾ ഡെലിവറി ചെയ്യാറുണ്ട്. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറിയുമായി ബന്ധപ്പെട്ട റൂൾസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 38 ആണ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറിയെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിലെ സെക്ഷൻ 30 പ്രകാരം പറയുന്നത് ഇറ്റ് ഗിവ് നോ റൈറ്റ് ടു ഡെലിവർ ഗുഡ്സ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗുഡ്സ് ഡെലിവറി ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റ് ഏത് നൽകുന്നില്ല? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നൽകുന്നില്ല. ആൻഡ് ദ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്. അപ്പോൾ ബയർ അവിടെ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് ഗുഡ്സ് അയക്കുന്നതെങ്കിൽ ആരെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല? ബയർ അത് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇഫ് ദ എഗ്രിമെൻറ്റ് കണ്ടെയ്ൻ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലിസിറ്റ് ടേംസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി, നമ്മുടെ എഗ്രിമെൻറ്റിലെ അല്ലെങ്കിൽ സെയിൽസ് കോൺട്രാക്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്പ്രസ്ലി ആണോ ഇംപ്ലൈഡ്ലി അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻസ് എഗ്രിമെൻറ്റ്സിൽ പറയുന്നുണ്ടെങ്കിൽ ദ ബയർ ഹാസ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്. ഇപ്പോൾ നമ്മൾ എഗ്രിമെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാൾമെൻറ്റ് ഡെലിവറി ആവാം എന്ന് ഒരു കണ്ടീഷൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ടേം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ദ ബയർ ഹാസ് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ്. ബയർ ആ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യണം. അല്ലാത്ത കേസുകളിൽ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു ആക്സെപ്റ്റ് ദ ഗുഡ്സ് അല്ലേ. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണെങ്കിൽ ബയർ ഗുഡ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ഡെലിവറി ടു കാരിയർ ഓർ വാർഫിഞ്ചർ. ഡെലിവറി ടു കാരിയർ അല്ലേ. ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ കൊടുത്തയക്കാൻ കാരിയർ മുഖാന്തരമൊക്കെ കൊടുത്തയക്കാറുണ്ട്. ഓർ വാർഫിഞ്ചർ. കാരിയർ ടു വാർഫിഞ്ചർ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആമസോണിലൊക്കെ നമ്മൾ ആമസോണിലെ ഗുഡ്സൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലേ, അങ്ങ് വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ അത് വരുന്നത്, അതൊക്കെ അവർ ഡയറക്റ്റ് നമുക്ക് കൊടുത്തു തരുന്നല്ല, കാരിയർ മുഖാന്തരമൊക്കെ അവർ അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി ടു കാരിയർ ഓർ വാർഫിഞ്ചർ ആണ് നെക്സ്റ്റ് വൺ പറയുന്നത്. വാർഫിഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഗുഡ്സൊക്കെ സേഫ് കസ്റ്റഡി, പോർട്ടുകളിലൊക്കെ ഹാർബറുകളിലൊക്കെ ഗുഡ്സൊക്കെ സേഫായിട്ട് ബയർക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കാരിയർക്കൊക്കെ വേണ്ടിയിട്ട് ഗുഡ്സ് സേഫായിട്ട് കസ്റ്റഡിയിൽ വെക്കുന്ന പേഴ്സണൽ ഇൻചാർജ്, അവരെ നമ്മൾ വാർഫിഞ്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ഒരു വേർഡ് വാർഫിഞ്ചർ എന്നുള്ള വേർഡൊക്കെ വളരെ റെയറായിട്ട് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. നമ്മൾ ഇതിൻ്റെ സാധാരണ ഇപ്പോൾ ഇന്ന് ഈ വാർഫിഞ്ചർ എന്നുള്ള വേർഡിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ഹാർബർ മാസ്റ്റർ എന്നുള്ള പേരൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരിയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബയറിന് വേണ്ടിയിട്ടോ ഗുഡ്സ് സുരക്ഷിതമായിട്ട് പോർട്ടിലൊക്കെ കീപ്പ് ചെയ്ത് വെക്കുന്ന
ആ ഒരു ആൾ, അവരെ നമ്മൾ ആ പേഴ്സണൽസ് ഇൻചാർജ്, അവരെ നമ്മൾ വാർഫിഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരിയറിനോ വാർഫിഞ്ചറിനോ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും എന്തിനു വേണ്ടിയിട്ട്? ബയർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ബയർക്ക് അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ക്യാരിയറിനോ അല്ലെങ്കിൽ വാർഫിഞ്ചറിനോ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്തായിട്ട് അത് കൺസിഡർ ചെയ്യും? ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ ബയർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ആമസോണിലൊക്കെ ഗുഡ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങോട്ട് അത് കയറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരത് ഡെലിവറി നടന്നു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് മെസ്സേജ് വരിക, അല്ലേ? ഡെലിവേർഡ് എന്നാണ് പറഞ്ഞിട്ടാണ് കാണിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ ക്യാരിയർ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്മിഷൻ ടു ദ ബയർ. അപ്പോൾ ബയർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള പർപ്പസോടു കൂടെ നമ്മൾ ക്യാരിയർക്ക് ആ ഗുഡ്സ് കൈമാറിക്കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ ഡെലിവറി സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഡെലിവറി നടന്നതായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡെലിവറി ഓഫ് ഗുഡ്സ് ടു എ വാർഫിഞ്ചർ ഫോർ സേഫ് കസ്റ്റഡി ഈസ് ഓൾസോ കൺസിഡേർഡ് ടു ബി ഡെലിവറി ഓഫ് ഗുഡ്സ് ടു ദ ബയർ. അപ്പോൾ ഇതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാരിയറിനോ വാർഫിഞ്ചറിനോ ഗുഡ്സ് സെല്ലറ് കൈമാറിക്കഴിഞ്ഞാലും അത് ബയർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ബയർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് സെല്ലറ് വാർഫിഞ്ചറിനോ കാരിയറിനോ ഗുഡ്സ് കൈമാറിക്കഴിഞ്ഞാലും നമ്മളത് ആ ഗുഡ്സിൻ്റെ ഡെലിവറി ആയിട്ട് കണക്കാക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബയേഴ്സ് റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ്. ബയേഴ്സ് റൈറ്റ് ഓഫ് എക്സാമിനിങ് ദ ഗുഡ്സ്, അല്ലേ? നമ്മളൊരു ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ അത് ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് നമുക്കത് പരിശോധിച്ച് നോക്കാനുള്ള അവകാശം നമുക്ക് മീൻസ് ആർക്കുണ്ടായിരിക്കും? ബയർക്ക് ഉണ്ടായിരിക്കും, അല്ലേ? ഇഫ് ദ ബയർ ഹാഡ് നോട്ട് പ്രീവിയസ്ലി എക്സാമിൻ ദ ഗുഡ്സ്, അപ്പോൾ ആ ഗുഡ്സ് മുൻപ് അയാൾ, അതായത് ഡെലിവറി ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം അത് പരിശോധിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ the buyer should be given sufficient time and reasonable opportunity to examine the goods on delivery. അപ്പോൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് അയാൾക്ക് അതിനുള്ള അവസരം നൽകണം, സഫീഷ്യൻറ്റ് ടൈം അയാൾക്ക് നൽകേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട്. നമ്മൾക്ക് ഡെലിവറി ചെയ്യുന്ന ഗുഡ്സ് കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന സെയിം ഗുഡ്സ് തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ബയർക്കത് പരിശോധിച്ച് നോക്കുന്നതിന് സഫീഷ്യൻറ്റ് ടൈം, ആവശ്യമായിട്ടുള്ള സമയവും അവസരവും ആര് നൽകേണ്ടതാണ്? സെല്ലർ നൽകേണ്ടതാണ്. അപ്പോൾ ബയർക്ക് ഗുഡ്സ് പരിശോധിച്ച് നോക്കുന്നതിനുള്ള റൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എക്സാമിനിങ് ദ ഗുഡ്സ് ഓൺ ഡെലിവറി, അപ്പോൾ അതിനുള്ള ഇതുണ്ട്. ദെൻ പിന്നെ മറ്റൊരു റൂള് പറയുന്നത് ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ റിജക്റ്റഡ് ഗുഡ്സ്. ബയർ നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദ റിജക്റ്റഡ് ഗുഡ്സ്. റിട്ടേൺ ദ റിജക്റ്റഡ് ഗുഡ്സ്, അല്ലേ? അതായത് അൺലെസ് അതർവൈസ് അഗ്രീഡ്, അല്ലേ? നമ്മൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൻ്റെ പ്രൊവിഷനെ കോൺട്രറി ആയിട്ട് പ്രത്യേകിച്ച് പ്രൊവിഷൻസ് ഒന്നും ഇല്ലെങ്കിൽ വെൻ ദ ബയർ റിജക്റ്റ് ദ ഗുഡ്സ് ഡെലിവേർഡ്, അല്ലേ? ബയർ ഇപ്പോൾ സെല്ലർ അയച്ചു കൊടുത്ത ഗുഡ്സ് ബയർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഹി റെഫ്യൂസസ് ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്, അദ്ദേഹം ആ ഗുഡ്സിൻ്റെ ഡെലിവറി എടുക്കാനായിട്ട് അദ്ദേഹം അത് നിരസിക്കുകയാണെങ്കിൽ, ഇഫ് ഹി ഹാസ് എ റൈറ്റ് ടു ഡു സോ, അങ്ങനെ ഡെലിവറി എടുക്കാതിരിക്കാനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡെലിവറി റെഫ്യൂസസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ വെൻ ദ ബയർ റിജക്റ്റ് ദ ഗുഡ്സ് ഡെലിവേർഡ്, ഹി റെഫ്യൂസസ് ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്, ദ ബയർ ഈസ് നോട്ട് ബൗണ്ട് ടു റിട്ടേൺ ദം ടു ദ സെല്ലർ. അപ്പം അങ്ങനെ ബയർ ഗുഡ്സ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെലിവറി എടുക്കാതിരിക്കുകയാണെങ്കിൽ, ഡെലിവറി നിഷേധിക്കുകയാണെങ്കിൽ, ആ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് തിരിച്ച് സെല്ലർക്ക് തന്നെ റിട്ടേൺ ചെയ്യേണ്ട കാര്യം ആർക്കില്ല? ബയർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. പകരം അയാൾ എന്ത് ചെയ്താൽ മതി? ഹി ഇൻറ്റിമേറ്റ് ടു ദ സെല്ലർ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ആരെ ഇൻറ്റിമേറ്റ് ചെയ്യണം? സെല്ലറെ അറിയിക്കണം. അപ്പോൾ സെല്ലർ ഡെലിവറി ചെയ്തു, അത് ബയർക്ക് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം, അയാൾക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ അയാൾക്കത് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ദെൻ അങ്ങനെ അദ്ദേഹം ഡെലിവറി എടുക്കുന്നത് റെഫ്യൂസസ് ചെയ്യുകയാണെങ്കിൽ അതാരെ അറിയിക്കണം? സെല്ലറെ അറിയിക്കണം.
അപ്പോൾ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ സെല്ലർ ടു ടേക്ക് ബാക്ക് ദ റിജക്റ്റഡ് ഗുഡ്സ് അറ്റ് ഹിസ് ഓൺ എക്സ്പെൻസസ്. അപ്പം അങ്ങനെ സെല്ലറെ ഇൻറ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സെല്ലറുടെ ഡ്യൂട്ടിയാണ് എന്ത്, ആ റിജക്റ്റ് ചെയ്ത ഗുഡ്സ് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻസസിൽ അത് തിരിച്ചെടുക്കാനുള്ള ചുമതല സെല്ലർക്കുള്ളതാണ്. ഇനി അങ്ങനെ ഇൻറ്റിമേഷൻ നൽകിയതിന് ശേഷവും ദ സെല്ലർ ഫെയിൽ ടു ടേക്ക് ബാക്ക് ദ റിജക്റ്റഡ് ഗുഡ്സ്, ആ റിജക്റ്റഡ് ഗുഡ്സ് തിരിച്ചെടുക്കാതിരിക്കുകയാണെങ്കിൽ ദ ബയർ ബിക്കം ബെയിലി ഓഫ് ദ ഗുഡ്സ്. പിന്നെ ബയർ ആരായിട്ടാണ്, ആ ഗുഡ്സിൻ്റെ ബെയിലി അല്ലേ, നമ്മൾ അതിൻ്റെ കസ്റ്റഡിയിൽ വെക്കുക, അത് അങ്ങനെയുള്ള ഇതാക്കി ആവുന്നത്. ആൻഡ് റൈറ്റ് ടു ക്ലെയിം ചാർജ് ഫോർ കീപ്പിംഗ് ആൻഡ് ടേക്കിംഗ് കെയർ ഓഫ് ദ ഗുഡ്സ്. പിന്നെ ആ ഗുഡ്സ് അയാൾ സംരക്ഷിക്കുന്നതിൻ്റെയും അത് അയാളുടെ കസ്റ്റഡിയിൽ വെക്കുന്നതിനുമുള്ള ചാർജ് ഈടാക്കാനായിട്ട് ബയർക്ക് സാധിക്കും. അപ്പോൾ നോർമലി ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഡെലിവേർഡ് ഗുഡ്സ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ, റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് സെല്ലറെ അറിയിക്കേണ്ടതാണ്. സെല്ലറുടെ എക്സ്പെൻസസിൽ അത് തിരിച്ച് കൊണ്ടുപോകേണ്ടതാണ്. ബയർ അത് സെല്ലർക്ക് റിജക്റ്റ് ചെയ്ത ഗുഡ്സ് ബയർ അത് സെല്ലർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള റൈറ്റ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന് ലഭിക്കുന്നുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബയേഴ്സ് ലയബിലിറ്റി ഫോർ നെഗ്ലക്റ്റിംഗ് ഓർ റെഫ്യൂസിങ് ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്. അപ്പോൾ ഡെലിവറി ഓഫ് ഗുഡ്സ് റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, അത് നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ബയർക്കുള്ള ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അതായത് ദ സെല്ലർ ഈസ് റെഡി ആൻഡ് വില്ലിംഗ് ടു ഡെലിവർ ദ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സ് ഡെലിവറി നടത്തുന്നതിനെ സെല്ലർ റെഡിയാണ്, വില്ലിംഗ് ആണ്. ആൻഡ് റിക്വസ്റ്റ് ദ ബയർ ടു ടേക്ക് ഡെലിവറി ഓഫ് ഗുഡ്സ്. ആ ഗുഡ്സ് ഡെലിവറി എടുക്കാനായിട്ട് സെല്ലർ ബയറോട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ദ ബയർ നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസസ് ഓർ ഫെയിൽ ടു ടേക്ക് ഡെലിവറി വിത്തിൻ എ റീസണബിൾ ടൈം. അപ്പോൾ ബയറോട് ആവശ്യപ്പെട്ടു ഗുഡ്സ് ഡെലിവറി ചെയ്ത ഗുഡ്സ് അത് എടുക്കാനായിട്ട്, പക്ഷേ ബയർ ഒരു റീസണബിൾ ടൈമിനകത്ത് ബയർ ആ ഡെലിവറി ആക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ബയർ ആ ഡെലിവറി റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ബയർ ആ ഡെലിവറി നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ ദ ബയർ ബിക്കം ലയബിൾ ഫോർ. ബയർക്ക് ചില ബാധ്യതകളുണ്ട്. എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് വരുന്നത്? എനി ലോസ്ഡ് ബൈ ഹിസ് നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസൽ അല്ലേ. ഇപ്പോൾ ബയർ ആ ഡെലിവറി നെഗ്ലക്റ്റ് ചെയ്യുന്നത് കൊണ്ട്, അത് അവഗണിക്കുന്നത് കൊണ്ട്, അത് റെഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് സെല്ലർക്ക് എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും ആ ലോസ് ആരുടെ ബാധ്യതയാണ്? ബയറാണത് ആ നഷ്ടം എടുക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ റീസണബിൾ ചാർജ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ ഗുഡ്സ് ബൈ ദ സെല്ലർ അല്ലേ. ഇപ്പോൾ സെല്ലർ ഗുഡ്സ് ഡെലിവറി ചെയ്യാൻ വില്ലിംഗ് ആണ്, ബയറുടെ അടുത്ത് ഡെലിവറി എടുക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. ബയർ അത് കറക്റ്റ് റീസണബിൾ ടൈമിനകത്ത് ഡെലിവറി എടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ആ ഡെലിവറി നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ, റെഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ അപ്പോൾ അത് ആ ഗുഡ്സ് പിന്നെ ആരുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കും? സെല്ലറുടെ കസ്റ്റഡിയിലാണ് പിന്നെ അത് ഉണ്ടായിരിക്കുക. അപ്പോൾ സെല്ലർ ആ ഗുഡ്സ് കസ്റ്റഡിയിൽ വെക്കുന്നതിനും അത് കെയർ ചെയ്യുന്നതിനും ഒരു റീസണബിൾ ചാർജ് ബയറിൽ നിന്ന് സെല്ലർക്ക് ഈടാക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് വരുന്നത്. അപ്പോൾ ബയറുടെ ലയബിലിറ്റി ഇതാണ്. എനി ലോസ് കോസ്ഡ് ബൈ ഹിസ് നെഗ്ലക്റ്റ് ഓർ റെഫ്യൂസൽ ഹി ബിക്കം ലയബിൾ ഫോർ ദാറ്റ്. അതുപോലെ തന്നെ റീസണബിൾ ചാർജ് ഫോർ ദ കെയർ ആൻഡ് കസ്റ്റഡി ഓഫ് ദ ഗുഡ്സ് ബൈ ദ സെല്ലർ. അപ്പോൾ ആ ഒരു റീസണബിൾ ചാർജ് അദ്ദേഹം നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലെ വരുന്നത്, റൂൾസ് റിഗാർഡിങ് ഡെലിവറി ഓഫ് ഗുഡ്സ് വരുന്നത്. അപ്പോൾ ഇത്രയും ഒരു 10-12ഓളം പോയിൻറ്റ്സ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡെലിവറി ആൻഡ് പേയ്മെൻറ്റ് ആർ കൺകറൻറ്റ് കണ്ടീഷൻ, ദെൻ എഫക്റ്റ് ഓഫ് പാർട്ട് ഡെലിവറി, buyer to apply for delivery, then time of delivery, place of delivery, delivery of goods in the possession of a third party, then cost or expenses of delivery, installment delivery, delivery to carrier or wharfinger, then buyer's right of examining the goods or examining the goods on delivery, then buyer not bound to return the rejected goods, then buyer's liability for neglecting or refusing to take delivery of goods. അപ്പോൾ ഇത്രയൊക്കെയാണ് കുറച്ച് റൂൾസ് പറയുന്നത്. ഇനിയും ഒരുപാട് റൂൾസുകൾ വരുന്നുണ്ട് ഡെലിവറിയുമായി ബന്ധപ്പെട്ടിട്ട്. നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ചോദിക്കാറുള്ളതാണ്.
അടുത്ത ടോപ്പിക്സ് നമ്മൾ പറയുന്നത് അൺപെയ്ഡ് സെല്ലറാണ്. അൺപെയ്ഡ് സെല്ലർ, അൺപെയ്ഡ് സെല്ലർ എന്നും പറയും, അല്ലെങ്കിൽ വെൻഡർ എന്നൊക്കെ പറയും കേട്ടോ. അൺപെയ്ഡ് സെല്ലർ ഓർ അൺപെയ്ഡ് വെൻഡർ. അപ്പോൾ നോക്കാം നമുക്ക് ആരാണ് അൺപെയ്ഡ് സെല്ലർ അല്ലെങ്കിൽ അൺപെയ്ഡ് ബയർ അൺപെയ്ഡ് വെൻഡർ എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 45 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അപ്പോൾ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 45 പറയുന്നത് an unpaid seller means a seller of the goods who has not been paid or tendered the all of the price. അതായത് നമ്മൾ വിറ്റ സാധനത്തിൻ്റെ മുകളിൽ അതിൻ്റെ പർച്ചേസ് പ്രൈസ് ലഭിക്കാത്ത സെല്ലറിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത് അല്ലേ. ദ സെല്ലർ ഓഫ് ദ ഗുഡ്സ് വിൽക്കുന്ന ആൾ ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ് ദ ഹോൾ എമൗണ്ട് ഓഫ് ദ പ്രൈസ്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ വില ലഭിക്കാത്ത, പൂർണ്ണമായിട്ടും വില പർച്ചേസ് പ്രൈസ് ലഭിക്കാത്ത സെല്ലേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചുരുക്കി പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, വിറ്റ സാധനത്തിൻ്റെ പൈസ കിട്ടാത്ത സെല്ലർ. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ദെൻ ഹു ഹാസ് റിസീവ്ഡ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ എനി അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ചെക്ക് ആസ് കണ്ടീഷണൽ പേയ്മെൻറ്റ് ബട്ട് വിച്ച് ഈസ് സബ്സീക്വൻ്റ്ലി ഡിസോണേർഡ്. അപ്പോൾ കാശ് കിട്ടാത്ത ആളെ മാത്രമല്ല, പർച്ചേസ് പ്രൈസ് കിട്ടാത്ത ആളെ മാത്രമല്ല, പിന്നെ അല്ല ക്യാഷ് തന്നെ വേണമെന്നില്ല, പിന്നെ എന്തു ആവാം, ഹു ഹാസ് റിസീവ്ഡ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഓർ അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ചെക്ക് അല്ലേ, ചെക്കും പ്രൊമിസറി നോട്ടും ബിൽ ഓഫ് എക്സ്ചേഞ്ച് തുടങ്ങിയിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് ഈ സബ്സീക്വൻ്റ്ലി ഡിസോണേർഡ്, ദെൻ ഈ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആ സെല്ലേഴ്സിനെയും നമ്മൾ എന്തു പറയും, അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാം. അതായത് ചെക്ക് കിട്ടിയിട്ട് അത് വണ്ടി ചെക്കാവുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, ബാങ്കിൽ പോയി തിരിച്ചു വന്നു ക്യാഷ് ഇല്ലാണ്ട്, അപ്പോൾ ആ സെല്ലറെ നമ്മൾ എന്ത് തന്നെയാണ് പറയുക, അൺപെയ്ഡ് സെല്ലർ എന്ന് തന്നെയാണ് പറയുക. പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ കണ്ടീഷണൽ പേയ്മെൻറ്റ് തന്നെയാണ് അവിടെ നടക്കുന്നത്. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ദ ഇൻസ്ട്രുമെൻറ്റ് ഷാൽ ബി ഡ്യൂലി ഹോണേഡ്. ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഡ്യൂലി ഹോണേഡ് ആയിരിക്കും എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ. അതായത് ആ ചെക്ക് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിൽ അതിൻ്റെ പേയ്മെൻറ്റ്സ് കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 45 പ്രകാരം അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെല്ലർ ഓഫ് ഗുഡ്സ് ഹു ഹാസ് നോട്ട് ബീൻ പെയ്ഡ് ഓർ ടെൻഡേർഡ് ദ ഹോൾ ഓഫ് ദ പ്രൈസ്, then who has received a bill of exchange or any other negotiable instruments but which is subsequently dishonored. അവരെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 25 പറയുന്നുണ്ട് എ സെല്ലർ ഹു ഹാസ് റിസീവ്ഡ് ഓൺലി എ പാർട്ട് ഓഫ് ദ പ്രൈസ് ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഇപ്പോൾ നമ്മൾ വിറ്റ സാധനത്തിൻ്റെ വില ഭാഗികമായിട്ട് ലഭിച്ചിട്ടുള്ള സെല്ലേഴ്സിനെയും അൺപെയ്ഡ് സെല്ലർ എന്ന് പറയും എന്ന് ഇതിൽ പറയുന്നുണ്ട്, സെക്ഷൻ 25 പറയുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ 45 പറയുന്നത് പൂർണ്ണമായിട്ടും വില ലഭിക്കാത്ത സെല്ലേഴ്സിനെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 25 പറയുന്നു സെല്ലർ ഹു ഹാസ് റിസീവ്ഡ് ഓൺലി എ പാർട്ട് ഓഫ് ദ പ്രൈസ് ഈസ് ആൻ അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ ഭാഗികമായിട്ട് മാത്രം വില ലഭിച്ചിട്ടുള്ള സെല്ലേഴ്സിനെയും നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയാറുണ്ട്. അപ്പോൾ രണ്ട് സർക്കംസ്റ്റാൻസസിലാണ് ഒരു സെല്ലർ ആരാകുന്നത്, അൺപെയ്ഡ് സെല്ലർ ആകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ രണ്ട് സർക്കംസ്റ്റാൻസസ് എന്ന് പറയുന്നത്? ഒന്ന്, ഇഫ് ദ ഓൾ ഓഫ് ദ പർച്ചേസ് പ്രൈസ് നോട്ട് പെയ്ഡ് ഓൺ ദ ഡ്യൂ ഡേറ്റ്, ഡ്യൂ ഡേറ്റ് ആയിട്ടും വിറ്റ സാധനത്തിൻ്റെ വില പർച്ചേസ് പ്രൈസ് മുഴുവനായിട്ടും ലഭിക്കാത്ത സെല്ലർ. അതുപോലെ തന്നെ ഇഫ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഇൻ ദ ഫോം ഓഫ് ചെക്ക് ഓർ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ദ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ്. ഇപ്പോൾ ചെക്കായിട്ടോ ട്രേഡ് ബില്ലായിട്ടോ പേയ്മെൻറ്റ്സ് നടത്തിയിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ്സ് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആ സെല്ലറേനെയും എന്തായിട്ട് കണക്കാക്കുന്നു, അൺപെയ്ഡ് സെല്ലറായിട്ട് കണക്കാക്കുന്നു. അപ്പോൾ ഈ രണ്ട് സാഹചര്യങ്ങളിലാണ് ഒരു സെല്ലർ അൺപെയ്ഡ് സെല്ലറായിട്ട് മാറുന്നത്.
അപ്പോൾ അൺപെയ്ഡ് സെല്ലർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡ്യൂ ഡേറ്റ് ആയിട്ടും വിറ്റ സാധനത്തിൻ്റെ വില ലഭിക്കാത്ത സെല്ലറേനെ, അതുപോലെ തന്നെ ചെക്കോ ബില്ലോ, ട്രേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ട്രേഡ് ബില്ലല്ലേ, ആ ബില്ലോ ലഭിച്ചിട്ട് അത് ഡിസോണർ ആയിട്ടുള്ള സെല്ലറേനെയാണ് നമ്മൾ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയുന്നത്. ഇനി ഈ അൺപെയ്ഡ് സെല്ലറിന് ചില റൈറ്റ്സ് ഒക്കെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ നമുക്ക് നോക്കാം അൺപെയ്ഡ് സെല്ലർക്ക് എന്തൊക്കെ അവകാശങ്ങളാണ് ഉള്ളത്. റൈറ്റ്സ് ഓഫ് അൺപെയ്ഡ് സെല്ലർ ഇമ്പോർട്ടൻ്റ് ഭാഗമാണ്. എപ്പോഴും ക്വസ്റ്റ്യനൊക്കെ എപ്പോഴും ഇതിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട് എക്സാമിന്. അപ്പോൾ നോക്കാം നമുക്ക് റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ. അപ്പോൾ അൺപെയ്ഡ് സെല്ലറുടെ, ഇപ്പോൾ അണ്ടർ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ദ അൺപെയ്ഡ് വെൻഡർ ഹാസ് 2 മേജർ റൈറ്റ്സ്. 2 പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് അൺപെയ്ഡ് സെല്ലർക്ക് വരുന്നത്. ഒന്ന് റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, റൈറ്റ്സ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്. ദെൻ പിന്നൊന്ന് വരുന്നത് റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി, അപ്പം ഇങ്ങനെ 2 രീതിയിലുള്ള 2 റൈറ്റ്സ് ആണ് ആർക്ക് വരുന്നത്, അൺപെയ്ഡ് സെല്ലർക്ക് വരുന്നത്. ഇനി റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സിൽ തന്നെ വീണ്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ പ്രോപ്പർട്ടി അഥവാ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ സെല്ലർക്കുള്ള അവകാശം എന്തൊക്കെയാണ്. ദെൻ ഓണർഷിപ്പ് ഓർ പ്രോപ്പർട്ടി ഓഫ് ദ ഗുഡ്സ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്, സെല്ലർക്കുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷവും അല്ലെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപും അൺപെയ്ഡ് സെല്ലർക്ക് ചില റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്, ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ. ഇവിടെ പിന്നെ ഒന്ന് വരുന്നത് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്, ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ ഉള്ള റൈറ്റ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തുള്ള അവകാശങ്ങളുണ്ട്. ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. ഇപ്പോൾ ഓണർഷിപ്പ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അൺപെയ്ഡ് സെല്ലർക്കുള്ള അവകാശം എന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് റൈറ്റ് ഓഫ് ലീൻ ആണ്. റൈറ്റ് ഓഫ് ലീൻ, ഇപ്പോൾ ലീൻ ഉണ്ട്. ദെൻ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, അതായത് ഗുഡ്സ് അയച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് നിർത്താനുള്ള അവകാശമുണ്ട്. ദെൻ റീസെയിൽ ഓഫ് ഗുഡ്സ്, ആ ഗുഡ്സ് വീണ്ടും വിൽക്കാനുള്ള അവകാശം. അപ്പോൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിന് ലീൻ ഉണ്ട്, ദെൻ റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ട്രാൻസിറ്റ് ഉണ്ട്, ദെൻ റീസെയിൽ ഉണ്ട്. ദെൻ ഓണർഷിപ്പ് ഓഫ് ദ ഗുഡ്സ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ്. ഇനി ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലെങ്കിൽ, അയാൾക്ക് എന്ത് ചെയ്യാം? ഒന്ന് വിത്ത് ഹോൾഡ്, അല്ലേ, അയാൾക്ക് ഓണർഷിപ്പ് തടഞ്ഞു വെക്കാം. ഒന്നാമത് പറയുന്നത് വിത്ത് ഹോൾഡിംഗ് ഡെലിവറിയാണ്, ഡെലിവറി തടഞ്ഞു വെക്കാം. ദെൻ സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്.
സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് വരും. ദെൻ ഇത്രയാണ് ഏതിൽ വരുന്നത്, റൈറ്റ് എഗെയിൻസ്റ്റ് ഗുഡ്സിലെ വരുന്നത്. അപ്പോൾ റൈറ്റ് എഗെയിൻസ്റ്റ് ഗുഡ്സിലെ ഓണർഷിപ്പ് ഓഫ് ഗുഡ്സ് ഈസ് ട്രാൻസ്ഫേർഡ്. ഓണർഷിപ്പ് അതായത് പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് പാസ്ഡ് ഫ്രം സെല്ലർ ടു ദ ബയർ. സെല്ലറിൽ നിന്ന് ബയറിലേക്ക് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അൺപെയ്ഡ് സെല്ലർക്കുള്ള അവകാശങ്ങളാണ് റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, റീസെയിൽ. ദെൻ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപുള്ളത് വിത്ത് ഹോൾഡിംഗ് ഡെലിവറി, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ്, രണ്ടെണ്ണം. ദെൻ നമുക്ക് റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. പേഴ്സണലി അയാൾക്ക് എന്തൊക്കെ ബയർക്കെതിരെയുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ പ്രൈസ്. നമുക്ക് പ്രോഡക്റ്റിൻ്റെ വില കിട്ടിയിട്ടില്ലെങ്കിൽ ആ വില നൽകാനായിട്ട് കോടതിയിലെ കേസ് പോകാവുന്നതാണ്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്യൂട്ട് ഫോർ ഡാമേജസ് അല്ലേ? നമുക്ക് നഷ്ടപരിഹാരത്തിന്, ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററി കോമ്പൻസേഷൻ ആണ്. അപ്പോൾ ഡാമേജസ് ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ നമുക്ക് വരുന്നത് റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആണ്. നമുക്ക് ആ കോൺട്രാക്റ്റ് വേണമെങ്കിൽ റെപ്യൂഡിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് അവസാനിപ്പിക്കാം. അപ്പോൾ റെപ്യൂഡിയേഷൻ ഓഫ് കോൺട്രാക്റ്റ്, കോൺട്രാക്റ്റ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ദെൻ പിന്നെ ഒരു പേഴ്സണൽ റൈറ്റ് എന്ന് പറയുന്നത് സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? വില നമുക്ക് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ആ പ്രൈസിൻ്റെ കൂടെ പ്ലസ് എന്നാണോ അദ്ദേഹം ആ വില നമുക്ക് നൽകുന്നത്, പ്രൈസിൻ്റെ കൂടെ നമുക്ക് പ്ലസ് ഇൻട്രസ്റ്റ് കൂടെ, അപ്പോൾ സ്യൂട്ട് ഫോർ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത്രയാണ് ഏത് വരുന്നത്, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും അവകാശങ്ങളാണ് ആർക്ക് വരുന്നത്, റൈറ്റ് ഓഫ് അൺപെയ്ഡ് സെല്ലർ അല്ലേ? റൈറ്റ് എഗെയിൻസ്റ്റ് ദ ഗുഡ്സ്, റൈറ്റ് എഗെയിൻസ്റ്റ് ദ ബയർ പേഴ്സണലി. ഇനി നമുക്കിത് ഓരോ അവകാശങ്ങളും എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. എന്താണ് റൈറ്റ് ഓഫ് ലീൻ, എന്താണ് റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് റൈറ്റ് ഓഫ് ലീൻ ആണ്. വെൻ ദ പ്രോപ്പർട്ടി ഓഫ് ദ ഗുഡ്സ് അല്ലേ, വെൻ ദ പ്രോപ്പർട്ടി ഇൻ ദ ഗുഡ്സ് ഹാസ് പാസ്ഡ് ഫ്രം ദ സെല്ലർ ടു ബയർ. അപ്പോൾ ആ അവകാശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓണർഷിപ്പ് ട്രാൻസ്ഫേർഡ് ടു ദ ബയർ. അപ്പോൾ അൺപെയ്ഡ് സെല്ലർ ഹാസ് 3 റൈറ്റ്സ് നമ്മൾ കണ്ടതാണ്. റൈറ്റ് ഓഫ് ലീൻ, സ്റ്റോപ്പേജ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് റൈറ്റ് ടു റീസെയിൽ ഓഫ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് ആദ്യം റൈറ്റ് ഓഫ് ലീൻ നോക്കാം. സെക്ഷൻ 47 to 49 ആണ് റൈറ്റ് ഓഫ് ലീനിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 47 to 49 ആണ് നമുക്ക് റൈറ്റ് ഓഫ് ലീനിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റൈറ്റ് ഓഫ് വൺ പേഴ്സൺ ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓഫ് അനദർ അല്ലേ? റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓഫ് അനദർ ടിൽ ദ ചാർജസ് ടു ഹിം ആർ പെയ്ഡ്. അപ്പോൾ ആ ഗുഡ്സിൻ്റെ വില ലഭിക്കുന്നത് വരെ മറ്റൊരാളുടെ വസ്തു ഗുഡ്സ് റീറ്റെയിൻ ചെയ്ത് നിർത്താനുള്ള, സ്വന്തം കസ്റ്റഡിയിൽ തന്നെ നിലനിർത്താനുള്ള ഒരു വ്യക്തിയുടെ അവകാശത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്, ലീൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അൺപെയ്ഡ് സെല്ലേഴ്സ് ലീൻ എന്താണെന്നുള്ളത് നോക്കാം. അൺപെയ്ഡ് സെല്ലറുടെ ലീൻ എന്താണ്, അപ്പോൾ റൈറ്റ് ഓഫ് ലീൻ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അതിലെ പറയുന്നത് ഇഫ് ദ ബയർ ഡസ് നോട്ട് പേ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സിൻ്റെ വില ബയർ നൽകിയിട്ടില്ലെങ്കിൽ ദ സെല്ലർ ഹാസ് റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് അല്ലേ? ആ ഗുഡ്സ് സെല്ലർക്ക് തന്നെ അയാളുടെ കസ്റ്റഡിയിൽ തന്നെ നിലനിർത്തുന്നതിനുള്ള അവകാശമുണ്ടായിരിക്കും. അൺടിൽ ദ ഹോൾ പ്രൈസ് ഡ്യൂ ടു ഹിം ഈസ് പെയ്ഡ്. അപ്പോൾ അയാൾക്ക് ആ ഗുഡ്സിൻ്റെ മേലെ എത്ര പൈസയാണോ നൽകാനുള്ളത്, ലഭിക്കാനുള്ളത്, അത് ലഭിക്കുന്നത് വരെ ആ ഗുഡ്സ് സ്വന്തം കസ്റ്റഡിയിൽ തന്നെ നിലനിർത്താനുള്ള അൺപെയ്ഡ് സെല്ലറുടെ അവകാശത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്, റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. അതായത് ദ സെല്ലർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓഫ് ദ ബയർ അൺടിൽ ദ ഹോൾ പ്രൈസ് ഈസ് പെയ്ഡ്
ഈവൺ ദോ ദ ഓണർഷിപ്പ് ഈസ് പാസ്ഡ് ഫ്രം ദ സെല്ലർ ടു ദ ബയർ. ഇപ്പോൾ സെല്ലറിൽ നിന്ന് ബയറിലേക്ക് ഓണർഷിപ്പ് കൈമാറ്റം ചെയ്താൽ പോലും എന്ത് ചെയ്യാവുന്നതാണ്, ഈ ഒരു റൈറ്റ് വെച്ച് സെല്ലർക്ക് ബയറുടെ ഗുഡ്സ് സ്വന്തം കസ്റ്റഡിയിൽ തന്നെ വെക്കാവുന്നതാണ് വില ലഭിക്കുന്നതുവരെ. അപ്പോൾ ആ റൈറ്റിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. then the right of lien can be exercised in the following cases. അപ്പോൾ ഇനി ഏതൊക്കെ കേസുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഒരു അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്ന ആ ഒരു അവകാശം അദ്ദേഹത്തിന് നിർവഹിക്കാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് റൈറ്റ് ഓഫ് ലീൻ അദ്ദേഹത്തിന് നിർവഹിക്കാനായിട്ട് പറ്റുന്നത്. ഫസ്റ്റ് സിറ്റുവേഷൻ പറയുന്നത് വേർ ദ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്. നമ്മൾ ഈ സാധനം കടത്തിനായിരിക്കരുത് വിൽക്കുന്നത്, അതായത് ക്യാഷ് സെയിൽസിനായിരിക്കണം സെയിൽസ് നടന്നിരിക്കുന്നത്, ക്യാഷിനായിരിക്കണം സെയിൽസ് നടന്നിരിക്കുന്നത്. ദ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്, കടത്തിനായിരിക്കരുത് മറിച്ച് ക്യാഷിനായിരിക്കണം സെയിൽസ് നടക്കേണ്ടത്. ദെൻ വെൻ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്, ഇനി സപ്പോസ് ഗുഡ്സ് കടത്തിനാണ് വിറ്റിരിക്കുന്നതെങ്കിൽ ദ ടൈം ഓഫ് ദ ക്രെഡിറ്റ് പീരീഡ് ഈസ് എക്സ്പയർഡ്. ആ ക്രെഡിറ്റ് പീരീഡ് ആ സമയം എക്സ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ ആർക്ക്, അൺപെയ്ഡ് സെല്ലർക്ക് ഈ ലീൻ എന്ന് പറയുന്ന റൈറ്റ് അയാൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. പിന്നെ വേർ ദ ബയർ ബിക്കം ഇൻസോൾവെൻ്റ്, ഇപ്പോൾ ബയർ ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാലും അൺപെയ്ഡ് സെല്ലർക്ക് അദ്ദേഹത്തിന് ഈ റൈറ്റ് ഓഫ് ലീൻ അയാൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പം ഇങ്ങനെ ഈ 3 കേസസിലാണ് ഒരു അൺപെയ്ഡ് സെല്ലർക്ക് അദ്ദേഹത്തിൻ്റെ ലീൻ എന്ന് പറയുന്ന റൈറ്റ് എക്സർസൈസ് ചെയ്യാൻ പറ്റുന്നു. ഒന്ന്, ദ ഗുഡ്സ് ഹാവ് നോട്ട് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ്. ദെൻ വെൻ ദ ഗുഡ്സ് ഹാവ് ബീൻ സോൾഡ് ഓൺ ക്രെഡിറ്റ് ബട്ട് ദ ടൈം ഓഫ് ദ ക്രെഡിറ്റ് പീരീഡ് ഹാസ് എക്സ്പയർഡ്. ദെൻ വെൻ ദ ബയർ ബിക്കം ഇൻസോൾവെൻ്റ്. ഈ 3 കേസുകളിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞു അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ എന്ന് പറഞ്ഞിട്ടൊരു അവകാശം, ഒരു റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്. ദെൻ ഏതൊക്കെ കേസുകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ഈ ഒരു റൈറ്റ് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു റൈറ്റ് എക്സർസൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കണ്ടീഷൻസ് അദ്ദേഹം ഫുൾഫിൽ ചെയ്തിരിക്കണം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ദ റൈറ്റ് ഓഫ് ലീൻ ക്യാൻ ബി എക്സർസൈസ്ഡ് ഓൺലി സബ്ജക്റ്റ് ടു ദ ഫോളോയിങ് കണ്ടീഷൻസ്. അപ്പോൾ താഴെ പറയുന്ന കണ്ടീഷൻസ് അനുസരിച്ചുകൊണ്ട് മാത്രമേ ഒരു അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ എന്നുള്ള റൈറ്റ് എക്സർസൈസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോക്കാം നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് ഓണർഷിപ്പ് മസ്റ്റ് ഹാവ് ബീൻ പാസ്ഡ് ടു ദ ബയർ. ആ ഗുഡ്സിൻ്റെ ഓണർഷിപ്പ്, പ്രോപ്പർട്ടി ഓർ ടൈറ്റിൽ അത് ബയർക്ക് കൈമാറിയിരിക്കണം അല്ലേ, ഓണർഷിപ്പ് കൈമാറിയിരിക്കണം. അപ്പോൾ ഓണർഷിപ്പ് കൈമാറിയില്ലെങ്കിൽ അവിടെ റൈറ്റ് ഓഫ് ലീനിൻ്റെ ഒരു ഇത് വരുന്നില്ല. അപ്പോൾ സെല്ലറിൽ നിന്ന് ഗുഡ്സിൻ്റെ ഉടമസ്ഥാവകാശം ബയറിലേക്ക് എത്തണം, എന്നാൽ മാത്രമേ ഏത് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ, റൈറ്റ് ഓഫ് ലീൻ. ഇപ്പോൾ ഓണർഷിപ്പ് പാസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, സെല്ലർ തന്നെയാണ് അതിൻ്റെ ഓണർ. പിന്നെ ബയർ പൈസ തന്നില്ല എന്ന് പറഞ്ഞാൽ ഗുഡ്സ് അയാൾ തന്നെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ബയർ ഗുഡ്സിൻ്റെ വില ബയർ നൽകിയില്ലെങ്കിൽ അതിൻ്റെ വില കിട്ടുന്നത് വരെ ഗുഡ്സ് പിടിച്ചു വെക്കാനുള്ള അവകാശത്തിനെയാണ് നമ്മൾ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വന്തം ഉടമസ്ഥതയിലുള്ള സാധനം നമ്മൾ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് പറയുന്നത് ഓണർഷിപ്പ് മസ്റ്റ് ഹാവ് ബീൻ പാസ്ഡ് ടു ദ ബയർ. ഓണർഷിപ്പ് ബയറിലേക്ക് പാസ് ചെയ്തിരിക്കണം. പിന്നെ പറയുന്നത് ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ദ പൊസഷൻ ഓഫ് ദ സെല്ലർ അല്ലേ. ആ ഗുഡ്സ് അതായത് വിറ്റ ഗുഡ്സ് സെല്ലറുടെ കസ്റ്റഡിയിൽ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ സെല്ലറുടെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം, സെല്ലറുടെ പൊസഷനിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ വിറ്റ ഗുഡ്സ് സെല്ലറുടെ കസ്റ്റഡിയിൽ തന്നെ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ദ ആക്ച്വൽ പൊസഷൻ, അത് യഥാർത്ഥത്തിലുള്ള ആ ഒരു പൊസഷൻ തന്നെ ആവുകയും വേണം. ദെൻ തേർഡ് കണ്ടീഷൻ പറയുന്നത് ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ്. ഇനിയിപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ആണെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് മസ്റ്റ് ബി എക്സ്പയർഡ്. ക്രെഡിറ്റ് പീരീഡ് എക്സ്പയർ ചെയ്തിരിക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ.
അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു കണ്ടീഷൻ അതാണ്, ക്രെഡിറ്റ് സെയിൽ ആണെങ്കിൽ ക്രെഡിറ്റ് പീരീഡ് മസ്റ്റ് ഹാവ് എക്സ്പയേർഡ്. പിന്നെ വേറൊരു കണ്ടീഷൻ പറയുന്നത് പാർട്ട് ഡെലിവറി ഡസ് നോട്ട് എഫക്റ്റ് ദ റൈറ്റ് ഓഫ് ലീൻ. പാർട്ട് ഡെലിവറി ഒരിക്കലും റൈറ്റ് ഓഫ് ലീനിനെ ബാധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? ദ സെല്ലർ ക്യാൻ എക്സസൈസ് ദ ലീൻ ഓൺ റിമൈനിങ് ഗുഡ്സ്. അപ്പോൾ ബാക്കിയുള്ള ഗുഡ്സിൻ്റെ മേലെ സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാർട്ട് ഡെലിവറി അതിനെ ബാധിക്കുന്നില്ല, സെല്ലർക്ക് ബാക്കിയുള്ള ഗുഡ്സിൻ്റെ മുകളിൽ അത് എക്സസൈസ് ചെയ്യാവുന്നതാണ്. ദെൻ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് ദ പ്രൈസ് ഓർ പാർട്ട് ഓഫ് ദ പ്രൈസ് റിമെയിൻ അൺപെയ്ഡ്. അല്ലേ, നമ്മൾ വിറ്റ ഗുഡ്സിൻ്റെ വിലയോ അതിൻ്റെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അതിൻ്റെ വില നൽകാതിരിക്കണം സെല്ലർക്ക്. അപ്പോൾ അൺപെയ്ഡ് എമൗണ്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ദ ലീൻ ഈസ് ഓൺലി ഫോർ ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ പർച്ചേസ് പ്രൈസ്. അതായത് ഗുഡ്സിൻ്റെ വിലയുണ്ടല്ലോ, പ്രൈസ് ഓഫ് ദ ഗുഡ്സിൻ്റെ വില അത് നൽകാതിരുന്നാൽ മാത്രമേ റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് നോട്ട് ഫോർ എനി അതർ എക്സ്പെൻസസ്. മറ്റേതെങ്കിലും എക്സ്പെൻസസ്, അതായത് ഇപ്പോൾ നമുക്ക് സ്റ്റോറേജ് എക്സ്പെൻസസ് ഉണ്ട്, ദെൻ നമുക്ക് മെയിൻ്റനൻസിന് കുറേ ചിലവ് വന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ വെയർ ഹൗസിൻ്റെ ഫീസ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗുഡ്സ് ഒരിക്കലും അൺപെയ്ഡ് സെല്ലർക്ക് അയാളുടെ കസ്റ്റഡിയിൽ വെക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് ഇറ്റ് ഈസ് ഓൺലി ഫോർ ദ നോൺ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. അപ്പോൾ ഗുഡ്സിൻ്റെ വില നൽകിയില്ലെങ്കിൽ മാത്രമേ റൈറ്റ് ഓഫ് ലീൻ അയാൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ മറ്റ് എക്സ്പെൻസസുകൾ പേ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഓഫ് ലീൻ അയാൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇത്രയും കണ്ടീഷൻസ് ആണ് റൈറ്റ് ഓഫ് ലീനിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ടെർമിനേഷൻ ഓർ ലോസ് ഓഫ് ലീൻ നോക്കാം. എപ്പോഴൊക്കെയാണ് ഇപ്പോൾ ഈ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റ് സെല്ലർക്ക് എപ്പോഴൊക്കെയാണത് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നോക്കാം. അതാണ് ടെർമിനേഷൻ ഓർ ലോസ് ഓഫ് ലീനിൽ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആ ലീൻ ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്, അവസാനിക്കുന്നത് എപ്പോഴൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ബൈ ഡെലിവറി ടു കാരിയർ. അല്ലേ, വെൻ ദ അൺപെയ്ഡ് സെല്ലർ ഡെലിവേർഡ് ദ ഗുഡ്സ് ടു എ കാരിയർ ഓർ ബെയിലി ഫോർ ദ പർപ്പസ് ഓഫ് ദെയർ ട്രാൻസ്മിഷൻ ടു ദ ബയർ. ഇപ്പോൾ ബയർക്ക് അയച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബയർക്ക് എത്തിച്ചു നൽകുന്നതിന് വേണ്ടി കാരിയർക്കോ അല്ലെങ്കിൽ ബെയിലിക്കോ ഈ ഗുഡ്സ് അൺപെയ്ഡ് സെല്ലർ കൈമാറിക്കഴിഞ്ഞാൽ, ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നഷ്ടപ്പെടുന്നതാണ്? റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെടുന്നതാണ്. അല്ലേ, ഇപ്പോൾ ബയർക്ക് എത്തിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ട് അൺപെയ്ഡ് സെല്ലർ ആ ഗുഡ്സ് കാരിയർക്ക് ഡെലിവറി നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഗുഡ്സ് ആരുടെ കസ്റ്റഡിയിലാണ്, ആരുടെ പൊസഷനിലാണ് പിന്നെ വരുന്നത്? പിന്നെ അത് കാരിയറുടെ കസ്റ്റഡിയിലാണ് വരുന്നത്. അപ്പോൾ സെല്ലറുടെ കസ്റ്റഡിയിൽ നിന്നത് പോയി. അപ്പോൾ സെല്ലറുടെ കസ്റ്റഡിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ചെയ്യാൻ പറ്റുള്ളൂ? റൈറ്റ് ഓഫ് ലീൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളൊരു കണ്ടീഷൻസ് പറഞ്ഞതാണ്. കണ്ടീഷൻസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈറ്റ് ഓഫ് ലീൻ എക്സസൈസ് ചെയ്യണമെങ്കിൽ ദ ഗുഡ്സ് മസ്റ്റ് ബി ഇൻ ദ പൊസഷൻ ഓഫ് ദ സെല്ലർ. സെല്ലറുടെ കസ്റ്റഡിയിൽ ആ ഗുഡ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ മസ്റ്റായിട്ടും സെല്ലറുടെ കസ്റ്റഡിയിലെ ഗുഡ്സ് വേണം. അപ്പോൾ സെല്ലറ് ബയർക്ക് ഡെലിവറി ചെയ്യുന്നതിന്, ബയർക്ക് ട്രാൻസ്മിഷൻ നടത്തുന്നതിന് വേണ്ടി കാരിയറിനെ ഈ ഗുഡ്സ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ സെല്ലറുടെ കസ്റ്റഡിയിൽ നിന്ന് ഗുഡ്സ് പോയി. അതോടൊപ്പം തന്നെ ഏതും നഷ്ടപ്പെടുന്നതാണ്? റൈറ്റ് ഓഫ് ലീനും നഷ്ടപ്പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് when the bailey or his agent obtain the possession of the goods lawfully. ഇപ്പോൾ നിയമപരമായിട്ട് ബയറോ അയാളുടെ ഏജൻറ്റോ അതിൻ്റെ പൊസഷൻ നേടിയെടുക്കുകയാണെങ്കിൽ അപ്പോഴും ഏത് നഷ്ടപ്പെടുന്നതാണ്? ഈ ഒരു ഈ ഒരു റൈറ്റ് അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ദ വെയ്വർ വെൻ ദ അല്ലേ ബൈ വെയ്വർ, അതായത് സെല്ലർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി വെയ്വ് ദ റൈറ്റ് ഓഫ് ലീൻ. റൈറ്റ് ഓഫ് ലീൻ എന്നുള്ള ആ ഒരു അവകാശം സെല്ലർ എക്സ്പ്രസ്ലി ഓർ ഇംപ്ലൈഡ്ലി അദ്ദേഹം അത് നിഷേധിക്കുക, ഒഴിവാക്കുകയാണെങ്കിലും ഏത് നഷ്ടപ്പെടുന്നതാണ്? റൈറ്റ് ഓഫ് ലീൻ നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്
അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഡെലിവറിയുടെ റൂൾസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്സിൽ നമ്മൾ റൈറ്റ് ഓഫ് ലീനിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൻ്റെ കണ്ടിന്യൂവേഷൻ കേൾക്കാം. ഓക്കെ, താങ്ക് യു.